നർത്തകിക്കനുസരിച്ച് പാടണോ, പാടുന്നതിനനുസരിച്ച് ആടണോ? ഇതൊരു ചോദ്യം വരാം. അപ്പോൾ ഒരു നർത്തകിക്കനുസരിച്ച് പാടണം, പാടുന്നതിനനുസരിച്ച് ആടണം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗായത്രി സുബ്രഹ്മണ്യം, കാലം കാത്തുവെച്ച അനുഗ്രഹീത നർത്തകി. തിരുവിതാംകൂർ രാജകുടുംബം കലകളെ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു. 1813-1846 കാലഘട്ടത്തിൽ ജീവിച്ച അനശ്വരനായ കവിയും നൃത്തോപാസകനുമായിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് നൃത്തകല ഏറ്റവുമധികം പരിപോഷിപ്പിക്കപ്പെട്ടത്. തിരുവിതാംകൂർ കലയുടെ ഒരു ഉറവിടമായിരുന്നു. ചരിത്രത്തിലേക്ക് ഏടുകൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ അറിയാം, ഓരോ രാജാവും അല്ലെങ്കിൽ ഓരോ ആ സ്ഥാനത്തിരുന്ന റാണിമാരാണെങ്കിലും രാജാക്കന്മാരാണെങ്കിലും എത്രമാത്രം കലയെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. മഹാരാജ സ്വാതി തിരുനാൾ എന്ന് പറയുന്നത് നമുക്കൊരു കണ്ണടച്ചൊരു പ്രാർത്ഥനയോട് മാത്രമേ ഓർക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ പേര് തന്നെ. കാരണം 33 വയസ്സിനുള്ളിൽ അദ്ദേഹം ഒരു ആയുഷ്കാലത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ചെയ്തിട്ടുള്ളത്. ഒരു യാഥാർത്ഥ്യമുണ്ട് കലയ്ക്ക്. കല ജനിക്കുമ്പം തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ അവനിൽ ആ കലയുടെ ഗുണമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗുണവും കൂടെ വളരും, അസൂയ. അസൂയ ഇല്ലെങ്കിൽ കലയില്ല, കൊള്ളുകയില്ല. കേരള നടനം ക്രിയേറ്റ് ചെയ്തത് തന്നെ ഗുരു ഗോപിനാഥാണ്. കഥകളിയിൽ നിന്ന് അദ്ദേഹം കഥകളിയുടെ ഒരു നൃത്തരൂപമായിട്ടാണ് അതിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നൃത്തം നമ്മൾ ചെയ്യുമ്പോൾ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നൃത്തം ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്വയം സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സ്വയം സന്തോഷിക്കുമ്പോൾ അവർ നമ്മുടെ കൂടെ ഒപ്പം സന്തോഷിച്ചോളും. നമ്മൾ ആസ്വദിക്കുമ്പോഴാണ് അവർ ആസ്വദിച്ചു തുടങ്ങുന്നത്.